ഇവിടെ കുറ്റമായിരിക്കും. പക്ഷേ ശത്രുസംഹാര പൂജ കുഴപ്പമില്ല. ഇവിടെ കണ്ടകശനിക്കും ചിലർ ഇവിടെ വഴിപാട് നടത്താൻ തുടങ്ങി എന്നൊക്കെ ഉള്ള ഒരു കിംവദന്തി ഞാൻ കേൾക്കുന്നുണ്ട്. എന്തായാലും പ്രിയ സുഹൃത്തുക്കൾക്ക് നടന്നല്ലേക്ക് സ്വാഗതം. പണ്ട് അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഞങ്ങളെ കിട്ടത്തില്ല കേട്ടോ. കിട്ടത്തേയില്ല. അന്ധവിശ്വാസങ്ങൾക്കൊന്നും കിട്ടത്തേയില്ല. എന്താണെന്ന് CMR പഴയ പോലെ ഒന്നും അന്ധവിശ്വാസം കൊണ്ട് ഏക്കുന്നില്ലല്ലോ. ഹോമം വേണ്ടി വരുമോ? അത് വേണം. സുഹൃത്തുക്കളെ, CMR വെട്ടിച്ച 103 കോടി രൂപ കണക്കുകൾ ഇന്ന് കോടതിയുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. ROC അതിന്റെ രേഖകൾ സമർപ്പിച്ചതിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നടക്കാൻ നിരന്നു കഴിഞ്ഞു. എന്നിട്ടും മിണ്ടാട്ടം മുട്ടിയ അദ്ദേഹത്തിന് ഇപ്പോഴും മിണ്ടാട്ടം മുട്ടിയിരിക്കുക തന്നെയാണ്. അതിന് പിന്നെ അല്ല, ഈ CMR വെട്ടിച്ചാന് അതിന് ഞങ്ങൾക്ക് എന്താ ഒരു ഉഷാറില്ല? ഞാൻ ചോദിക്കട്ടെ, CMR ആരുടെ കമ്പനിയാ? കർത്തയുടെ കമ്പനി ആദായ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമ നടപടികൾ അവർ നേരിടുക. അതിന് ഞങ്ങൾക്ക് എന്താടോ? കറുത്ത വഴി വീണയിലേക്കും പിന്നെ പിണറായി വിജയനിലേക്കും ഒരു ചാലുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇനി അറിഞ്ഞാലും അറിഞ്ഞില്ല എന്ന് ഭാവിക്കാൻ ഇവർക്ക് യാതൊരുവിധ മടിയും ഇല്ല. പിന്നെ കർത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കർത്തയെ വിളിച്ച് ചോദിക്കാം. അല്ല, അതിനകത്ത് വീണയെയും പിണറായി വിജയനെയും ഒന്നും എടുത്തിടേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ ഡയറിക്കകത്ത് ഒരു PV കണ്ടോണ്ട് നമ്മളെ കുറെ നാളായിട്ട് അങ്ങ് മൂക്കി കയറ്റാൻ നടക്കുന്നുണ്ട്. ഒന്ന് പാടോ. വേറെ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിനകത്തിലെ ഈ അങ്ങേരുടെ ഡയറിക്കകത്ത് PVയുടെ പേര് മാത്രമല്ല, OC ഉമ്മൻചാണ്ടി ഉണ്ട്, RC രമേശ് ചെന്നിത്തല ഉണ്ട്, കുഞ്ഞാലിക്കുട്ടി ഉണ്ട്. രമേശ് ചെന്നിത്തല ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇവർ ഒരു അക്ഷരം ഇന്ത്യനെ കുറിച്ച് ഇല്ലല്ലോ. അതെന്തുകൊണ്ടാ? അതിനകത്തൊരു PV ഉള്ളതുകൊണ്ടല്ലേ. ആ PV ഉള്ളതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ തന്നെ തിരിച്ചാണ് വന്നിരുന്നെങ്കിൽ ഇവിടെ എടുത്ത് ആ മന്ത്രിസഭ എടുത്ത് തലകീഴായി വെക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു PV കണ്ടപ്പോ പിണറായി വിജയൻ, ബാക്കിയുള്ളവരുടെ പ്രതിപക്ഷത്തെ ഒരുത്തന്റെ പേര് കണ്ടപ്പോഴും ഇവർക്ക് അതൊക്കെ ആരാ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. PV എന്താ അപ്പൊ വിഴുങ്ങോ അവിടെ? പിണറായി വിജയൻ അല്ല. അപ്പൊ ഈ OC ഉമ്മൻചാണ്ടി ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ നടപടി എടുക്കുന്നത്. ഉത്തരം മുട്ടി. കാരണം പിണറായി വിജയൻ ആണെന്ന് അറിയാം. കാരണം കൂടുതൽ ഇട്ട് കളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ തെളിവുകൾ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ആൽക്കാടെ മൂടൊന്ന് പോടോ. കഴിഞ്ഞ ദിവസം നിങ്ങൾ വീണയ്ക്കെതിരെ നെടുനീളത്തിൽ ജോൺ ജോർജ് ഒരെണ്ണം കൊണ്ടുപോയിട്ട് എന്തോ ആയിരുന്നു, ഹൈക്കോടതി ഓടിച്ചു വിട്ടോ? എന്തൊക്കെയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുടെ പേര് എക്സാലോജിക്ക്. അങ്ങ് ദുബായിലും ഒരു കമ്പനിയുടെ പേര്, ദുബായിൽ ഒരു കമ്പനിയുടെ പേര് എക്സാലോജിക്ക്. ഷോൺ ജോർജിനോട് എനിക്ക് പറയാനുള്ളത്, ആ തിരുമണ്ടൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ആരുടെ തിരുമണ്ടൻ? അതിലൊരു ഉൾട്ടായ കാര്യം എന്തോന്നറിയാമോ? മൂപ്പര് വലിയ കാര്യത്തിൽ ഒരു വലിയ കണക്ക് കൊണ്ട് കൊടുത്തായിരുന്നു. കണക്ക് കൊണ്ട് കൊടുത്തതിനകത്ത് 2016 തൊട്ട് 2020 വരെ 19 വരെ ആ അക്കൗണ്ട് ഇന്ന 2 പേരുടെ പേരിൽ. വീണയുടെ മുൻ ഭർത്താവ്. ആ സമയങ്ങളിൽ അവര് തമ്മിൽ ഡിവോഴ്സ് ആടും. കയ്യിലുള്ള ആളുടെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് ഇതൊക്കെ അങ്ങോട്ട് ആടാക്കാനും ആടിനെ പൂച്ചയാക്കാനും പൂച്ചയെ നാടാക്കാനും കഴിയുന്ന ടീംസ് ആണ് ഇറങ്ങിയിട്ടുള്ളത്. 2019 2020 ആക്കാനും 2015 ആക്കാനും 18 ആക്കാനും കൊമേഴ്ഷ്യൽ ബാങ്കിൽ അബുദാബി കേട്ടിട്ടില്ലേ നിങ്ങൾ? അബുദാബി അവിടുത്തെ ബാങ്കിൽ അവിടുത്തെ സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് റിയാസിനും പിണറായി വിജയനും അപ്പോൾ സംസ്ഥാന സെക്രട്ടറിക്കും ഇല്ലാത്ത വിഷമം എന്തിനാണ് ഈ തോമസ് ഐസക്കിന്? എന്തിനാ തോമസ് ഐസക്കിന് വരും. എന്താ
ഈ നമ്മളറിയാത്ത വല്ല കഥ ഉണ്ടോ അതിന്റെ പിന്നിൽ? ഞാൻ നിർത്തണോ, ഞാൻ പറയട്ടോ. അപ്പം ഇവര് തമ്മിൽ ബന്ധമില്ലാതിരുന്ന സമയത്താണ് അക്കൗണ്ട് തുടങ്ങിയതെന്ന്. അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം അല്ലേടോ? എടോ ഒന്നുമില്ലേലും ഒരു കഥ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുമ്പോ വ്യക്തമായ തെളിവെങ്കിലും വേണ്ടേടോ? ഉള്ള തെളിവുകളൊക്കെ കൊടുക്കേണ്ടടുത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കൊടുത്തോണ്ടാണ് ഷോൺ ജോർജിനെ ഹൈക്കോടതി ഓടിച്ചു വിട്ടത്. അയ്യോ, ഹൈക്കോടതിന് മുൻപും പലരെയും ഇവിടെ ഓടിച്ചിട്ടുണ്ട്. അത് അപ്പോഴൊക്കെ ഹൈക്കോടതിക്ക് എന്തോ തെറ്റുപറ്റി എന്ന് പറയുകയും പിന്നീട് ഓടിച്ചു വിട്ടപ്പോ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയും പെണ്ണെ നീ നിർത്തിക്കോ, നീ കുറെ ദിവസം നീ ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട് കേട്ടോ കേട്ടോ. അടുത്ത ദിവസം താനും കൂടെ ഒരെണ്ണം കൊണ്ടുകൊടുക്കും. അല്ല, ഈ കേരളം മൊത്തം മുങ്ങി ചാവാൻ കണ്ടപ്പോ എങ്ങനെയാണോ മനസ്സ് തോന്നിയത് ആ പാട്ടും പാടിക്കൊണ്ടിരിക്കാൻ? അതെങ്ങനെ മനസ്സ് തോന്നി? ശരിയാണ്, മഴയുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിപ്പോ കേരളത്തിൽ മാത്രമല്ല, മഴ പെയ്ത എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ദുബായിലൊക്കെ മഴ പെയ്തപ്പോ നമ്മൾ കണ്ടതാണല്ലോ അവിടുത്തെ അവസ്ഥകൾ. ദുബായിലോട്ടാണ് പിടി. പറയുമ്പോ മാത്രം അക്കൗണ്ടുകളുടെ എണ്ണം പറയുമ്പോഴും ബാലൻസ് പറയുമ്പോഴും മാത്രം ഒരു ഇതുമില്ല. മുഹമ്മദ് റിയാസ് ഒരു പോസ്റ്റ് ഒന്നിട്ടു, മഴ പെയ്യുമ്പോ ഉള്ളൊരു പോസ്റ്റ് പുള്ളി ഒന്നിട്ടു, ഒരു പാട്ടിട്ടു, കാതിൽ തേൻമഴയായി. അതിന് അന്നും ഒരു തുടങ്ങിയ പ്രശ്നമാണിത്. എന്താണ് മന്ത്രിയാണെങ്കിൽ അങ്ങനെ ഒരു സാധാരണ മനുഷ്യനാണ്. ഇവിടെ മനുഷ്യൻ ഇവിടെ മൂന്നിച്ചാവാൻ കിടക്കുന്ന എറണാകുളമൊക്കെ കുളമായി കടലായി അറബിക്കടലിൽ പോവാൻ സമയമായി. അപ്പോഴത് ഇവിടെ കാതിൽ തേൻ മഴ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള കേസ് അവിടെ കോടതിയിൽ നിൽപ്പുണ്ട്. അതില് വിഷമം തോമസ് ഐസക് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ വിവരം എന്താ റിയാസിന് അറിയില്ലായിരുന്നോ? ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നറിയാം. തോമസ് ഐസക് വന്ന് സത്യം പറഞ്ഞാൽ പിടിച്ചിട്ടത് ആരെയാണ്? ഇവരാരെയല്ല, പിണറായി വിജയന്റെ മകനെയാണ്. ഇനി മകള് കഴിഞ്ഞു, ഇനി മകനാ. എന്തുവാ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ജോലി. ഇനി അതുകൊണ്ട് അബുദാബി ചോദിച്ച ടീമാണ് ഇപ്പോൾ കൊമേഴ്ഷ്യൽ കമ്പനിയിൽ ജോലിയായി എന്ന് പറയാൻ കാരണം. ഇനിയിപ്പോ വേണേ ഇവര് പറയും ബാങ്ക് മൊത്തത്തോടെ പിണറായി വിജയന്റെ ആണെന്ന്. ചിലപ്പോ കോടികളുടെ പുറത്ത് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യനെ കൊന്നും തിന്നും ചതിച്ചും വഞ്ചിച്ചും കോടികളുണ്ടല്ലോ. ഒരു ബാങ്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അതിശയമില്ല. കേരളത്തിലെ ജനത്തിന് ഒരു അതിശയമില്ല. നമ്മളെല്ലാവരും ഇത് കൊലച്ചിരിയാണ്. ഇത് കൊലച്ചിരിയാണ് സുഹൃത്തുക്കളെ. നാളത്തെ കരച്ചിലിനുള്ള കൊലച്ചിരിയാണ്. ഇനി വെറും 4 ദിവസം മാത്രമേ ഉള്ളൂ, അതായത് 3 ദിവസം മാത്രമേ ഉള്ളൂ. ഇനി താൻ കരയാൻ പോകുന്നത് ജൂൺ 4-ന്. അങ്ങനെ എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ജൂൺ 4-നെതിരെ കൊണ്ടുവന്നത് പോയി, അത് പോയി. എവിടെ പോയി? ഒരിടത്തും പോയിട്ടില്ല. ഇതൊന്നും നടക്കാത്തോണ്ട് അടുത്തതാണ് CMRL കറുത്ത ആദായ നികുതി വെട്ടിപ്പ് നടത്തി. അതിനിപ്പോ വീണയ്ക്കും പിണറായി വിജയനും എന്താണോ? അയ്യോ, ഈ നാട്ടിൽ എന്ത് സംഭവിച്ചാലും വീണയ്ക്കും പിണറായി വിജയൻ ഒന്നും ഇല്ലടോ, ഒന്നും ഇല്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഒന്നും ഇല്ല. ഒന്നും ഇല്ല. എനിക്ക് ഒരു വിഷമവും ഇല്ല. പറയേണ്ടതൊക്കെ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞോളാം കേട്ടോ. പുള്ളിക്ക് വിഷമമുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? വീണയെ ഇപ്പൊ തൂക്കോന്നും പറഞ്ഞുകൊണ്ട് പുള്ളി നെടുനീളത്തിലൊരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെറുതെ ആയിപ്പോയി. സുഹൃത്തുക്കളെ, ശരി എന്നാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഈ ചാട്ടവും ഈ നൃത്തവും ഈ സന്തോഷവും ഒക്കെ നിക്കും. അണയാൻ പോകുന്ന തീ ആളി കത്തുന്നു. അത് മാത്രം ഇത് കാണാം. നമുക്ക് 4-ാം തീയതി കാണാം. ശരി, നമുക്ക് നാളെ കാണാം. നാളെ ഇയാളില്ലല്ലോ സുഹൃത്തുക്കളെ. ഞാൻ നാളെ ഇല്ല, എണ്ണാൻ പോകുന്നുണ്ട്. പാർട്ടി ഗ്രാമം വരെ പോണം. കാൽമിക്കാൻ തല്ലിയൊടിക്കുന്ന എനിക്ക് തോന്നുന്നു.